ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, മന്ന എന്ന പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു എപ്പിസോഡ് പരിശുദ്ധ അമ്മയെക്കുറിച്ചും മാതൃഭക്തിയിൽ വളരേണ്ട ആവശ്യകതയെക്കുറിച്ചും, എന്താണ് സഭയുടെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ, പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നു, മാതൃഭക്തിയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു പ്രത്യേക പരിപാടിയായിട്ട് ഇതിന് മാറ്റുകയാണ്. നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളെ കത്തോലിക്ക വിശ്വാസത്തിലും ദൈവിക തീഷ്ണതയിലും വിശ്വാസത്തിലും വളർത്താൻ ഏറ്റവും അധികം സഹായിച്ചത് ജപമാലയാണ്. കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ സഭയിലെ മറ്റ് മുന്നേറ്റങ്ങളും വരുന്നതിന് മുൻപ് തന്നെ അനേകം മക്കൾ ദൈവത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതങ്ങളെ വൈദികരായും സന്യസ്തരായും മിഷണറിമാരായും ദൈവവിളി സ്വീകരിച്ച് ജീവിതം കൊടുത്തുകൊണ്ട് ഭവനങ്ങളിൽ നിന്ന് പുറപ്പെടാൻ ഏക കാരണം ഞാൻ പറയും ജപമാല ഭക്തിയായിരുന്നു. പണ്ടൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ വല്യപ്പനും വല്യമ്മയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒരുമിച്ച് നിന്ന് മുട്ടിന്മേൽ നിന്ന് ജപമാല കരങ്ങളിലെടുത്ത് സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് സ്തുതി ചൊല്ലി ഒരുമിച്ച് സ്നേഹത്തിൻ്റെ വാക്കുകളും സാന്ത്വനങ്ങളുമായി കടന്നുപോയ ആ ഭവനങ്ങൾ ഇന്ന് ഒരു ഓർമ്മ മാത്രമായി മാറുകയാണ്. അണുകുടുംബങ്ങളിലേക്ക് നമ്മളൊക്കെ മാറിയപ്പോൾ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടത് ആ പഴയ കുടുംബ പാരമ്പര്യങ്ങളാണ്. സ്നേഹത്തിൽ ഒരുമിച്ച് ഒന്നായി പ്രാർത്ഥിക്കുന്ന, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഭവനങ്ങൾക്ക് പകരം ഇന്ന് പ്രാർത്ഥിച്ചാലായി എന്ന അവസ്ഥയിലേക്ക് മാറിയപ്പോൾ വിവാഹ ബന്ധങ്ങൾ ഇന്ന് ഉലച്ചിലാണ്. പരസ്പരം സംശയത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കെട്ടുകളിൽ നമ്മൾ മുഴുകുകയാണ്. കുടുംബങ്ങളിൽ സന്മാർഗ ചിന്തകളോ സ്നേഹത്തിൻ്റെ സാന്ത്വനങ്ങളോ ഇന്ന് നഷ്ടപ്പെടുമ്പോൾ ഒരു തിരിച്ചറിവ്, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, ഇതിന്നും സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താനുള്ള ഒരു എളിയ ശ്രമമായി ഇതിനെ മാറ്റുകയാണ്. ഇന്നത്തെ കുടുംബങ്ങളിൽ മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഒരുമിച്ച് താമസിക്കുന്നുണ്ടെങ്കിലും ഇന്ന് ചിലർ കമ്മ്യൂണിസ്റ്റുകാരാണ്, ചിലർ പന്തക്കുസ്താക്കാരാണ്, ചിലർ കത്തോലിക്ക വിശ്വാസങ്ങളെ മുഴുവൻ എതിർക്കുന്നവരാണ്. ഇങ്ങനെയുള്ളവർ ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു, അവിടെയും ഇവിടെയും ഒക്കെ കിടന്നിറങ്ങുന്നു എന്നതിനേക്കാൾ ഉപരി ഒരു പ്രാർത്ഥനയുടെ കൂട്ടായ്മ ഇന്ന് ഭവനങ്ങളിൽ നഷ്ടപ്പെടുകയാണ്. എനിക്ക് ഏറ്റവും അധികം വിഷമം തോന്നാറ് ഇന്ന് ഓരോ ക്രിസ്ത്യാനിയും കത്തോലിക്കനാണ് എന്ന് പറഞ്ഞ് പാരമ്പര്യത്തിൻ്റെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും കയ്യിൽ ജപമാല പിടിക്കാനോ ജപമാല ധരിക്കാനോ പോലും നാണക്കേടുള്ളവനായി തോന്നാറുണ്ട്. സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ചിരുന്ന ഒരു യാഥാർത്ഥ്യം ഇതായിരുന്നു. പള്ളിയിലും പല വീടുകളിലും ഞാൻ ചെല്ലുന്നിടങ്ങളിലൊക്കെ വയസ്സായവർ, പ്രായമായവർ തുടങ്ങി കൊച്ചുകുട്ടികൾ പോലും പരിശുദ്ധ അമ്മയുടെ മുൻപിൽ കൈകൂപ്പി നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ, അതും ചിലർക്ക് അവകാശപ്പെടാറുണ്ട് 10ഉം 15ഉം ജപമാല ചൊല്ലാറുണ്ട് അനുദിനം എന്ന് പറയുമ്പോൾ ഞാൻ വേദനയോടെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് പരിശുദ്ധ അമ്മേ, എനിക്ക് മാത്രം ഒരു ജപമാല പോലും പൂർണ്ണമായി മനസ്സും ശരീരവും ആത്മാവും നിയന്ത്രിച്ച് നിന്റെ മുൻപിൽ സ്നേഹത്തോടെ ചൊല്ലി തീർക്കാൻ സാധിക്കാത്തത് എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്നൊന്നും എനിക്ക് മറുപടി കിട്ടിയില്ല. പക്ഷെ ഒരു ദിവസം എൻ്റെ ആത്മാവിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ചെറിയ ശബ്ദം കേട്ടു. നിനക്ക് ജപമാല സ്നേഹത്തോടെ ചൊല്ലി പ്രാർത്ഥിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം അടുത്തൊരു ചോദ്യമായിരുന്നു എൻ്റെ മുമ്പിൽ വെച്ചത്. ഈശോ ചോദിക്കുന്നൊരു ചോദ്യം, നിനക്കറിയാവോ എൻ്റെ അമ്മയെ ഞാൻ ആർക്കാണ് ഏൽപ്പിച്ചത്? കാൽവരി മലയിൽ ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ വഹിച്ചുകൊണ്ട് ഞാൻ കുരിശിൽ കിടന്നപ്പോൾ എൻ്റെ അമ്മയെ ഞാൻ ഏൽപ്പിച്ചത് യോഹന്നാനെ ആയിരുന്നു. മറ്റ് 12 അപ്പസ്തോലന്മാരിൽ നിന്ന് വ്യത്യസ്തനായി യോഹന്നാനെ മാത്രം തിരഞ്ഞെടുക്കാനുള്ള കാരണം, എന്നെ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന, ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ശിഷ്യനാണ് യോഹന്നാൻ. എൻ്റെ ബന്ധുക്കളെയോ എൻ്റെ വീട്ടുകാരെയോ എൻ്റെ അമ്മയെ ഏൽപ്പിക്കുന്നതിന് പകരം എന്നെ അധികം സ്നേഹിക്കുന്ന, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഞാൻ എൻ്റെ അമ്മയെ
കാൽവരി മലയിൽ കൊടുത്തുള്ളൂ. ഇന്ന് നിനക്ക് എൻ്റെ അമ്മയെ ഞാൻ തരാത്തതിൻ്റെ കാരണം നീ എന്ന് എന്നെ സ്നേഹിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ആ യോഹന്നാൻ്റെ തലത്തിലേക്ക് ആത്മാർത്ഥമായിട്ട് ഉയരും. അന്നേ നിനക്കെൻ്റെ അമ്മയെ വിളിച്ച് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാൻ പറ്റൂ. അമ്മയെ എന്ന് വിളിക്കുമ്പോൾ ആ അനുഭവം നിനക്ക് മനസ്സിലും ഹൃദയത്തിലും അനുഭവപ്പെടാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോടുകൂടിയാണ് അന്നത്തെ എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥന ഞാൻ അവസാനിപ്പിച്ചത്. ഞാൻ ഇന്നും ഇനിയും ഒരു യോഹന്നാൻ്റെ തലത്തിലേക്ക് ഉയരുമ്പോഴേ എൻ്റെ ജീവിതത്തിലെ പാപത്തിൻ്റെ കെട്ടുകൾ അഴിച്ചു മാറ്റിക്കൊണ്ട് സ്നേഹത്തിൻ്റെ തീവ്രതയിൽ യോഹന്നാനെ പോലെ അവൻ്റെ മാറിൽ ചാരിക്കിടക്കുന്ന, അവൻ്റെ കരങ്ങൾ പിടിക്കുന്ന, അവൻ്റെ സ്നേഹം പങ്കുവെക്കുന്ന യോഹന്നാൻ്റെ തലത്തിലേക്ക് ഉയരുമ്പോഴാണ് ജപമാല മണികൾക്ക് ജീവൻ വെക്കുന്നത്. റോസറി അല്ലെങ്കിൽ കൊന്ത എന്ന വാക്ക് കടന്നു വരുന്നത് ലത്തീൻ ഭാഷയിലെ റൊസാരിയം എന്ന വാക്കിൽ നിന്നാണ്. ഇതിൻ്റെ അർത്ഥം റോസ് ഗാർഡൻ അല്ലെങ്കിൽ ഗാർലൻഡ് ഓഫ് റോസസ് എന്നാണ്. റോസ് ഗാർഡൻ എന്ന് പറയുമ്പോൾ റോസാ പൂക്കളുടെ തോട്ടം, അല്ലെങ്കിൽ ഗാർലൻഡ് ഓഫ് റോസസ് എന്ന് പറയുമ്പോൾ റോസാ പുഷ്പങ്ങളുടെ ഒരു മാല. പ്രാർത്ഥനയുടെ മണികൾ കൂട്ടിച്ചേർത്ത് ഒരു മാല പോലെ കൈകളിൽ സൂക്ഷിക്കുന്ന ജപമാല അല്ലെങ്കിൽ കൊന്ത വാക്കിൻ്റെ അർത്ഥം ഇതാണ്, റോസാപ്പൂക്കളുടെ ഒരു മാല. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ മന്ത്രങ്ങൾ കൂട്ടിച്ചേർത്ത് വെക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൈവിക രഹസ്യങ്ങളെ കൂട്ടിച്ചേർത്ത് വെക്കുന്ന ഒരു പ്രാർത്ഥനയുടെ മാലയാണ് ജപമാല എന്നാദ്യമേ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ 5-ാം പിയൂസ് മാർപ്പാപ്പയാണ് സന്തോഷം, ദുഃഖം, മഹിമ എന്നീ 3 രഹസ്യങ്ങൾ കൂട്ടിച്ചേർത്ത് 153 മണിജപമാല സഭയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 2002 ജോൺ പോൾ 2 മാർപ്പാപ്പ ഈ 3 രഹസ്യങ്ങളുടെ കൂടെ പ്രകാശത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്ന ഒരു രഹസ്യം കൂടി കൂട്ടിച്ചേർത്ത് ജപമാലയിൽ 20 ദൈവീക രഹസ്യങ്ങൾ ധ്യാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രാർത്ഥനയുടെ ഒരു മാലയാക്കി മാറ്റിയിരിക്കുന്നത്. വിശുദ്ധ ഡൊമിനിക്കിന് ട്രോവില്ലെ എന്ന ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ അമ്മ നൽകിയ ദർശനത്തിലൂടെയാണ് ജപമാല ചരിത്രത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്നത്. ആദിമ സഭയിലൊക്കെ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുന്ന, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം യാചിക്കുന്ന അനേകം വിശുദ്ധരും വ്യക്തികളും ഉണ്ടായിരുന്നെങ്കിലും ജപമാല എന്ന പ്രാർത്ഥനാ രീതി വിശുദ്ധ ഡൊമിനിക്കിലൂടെ സഭയിലേക്ക് കൈവന്നിരിക്കുന്നതാണ്. 1569 കോൺസുവെരൂന്ത് റൊമാനി പൊന്തിഫിച്ചസ് എന്ന് പറയുന്ന ബുള്ളായിലൂടെ ഡൊമിനിക്കൻ മാർപ്പാപ്പ ഔദ്യോഗികമായി സഭയുടെ പ്രാർത്ഥനയായി, സഭയിൽ ഓരോ വിശ്വാസികൾക്കും വളരെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാവുന്ന ഒരു രൂപമായി ജപമാലയെ പ്രഖ്യാപിച്ചു. ഇന്ന് പലരും ജപമാല കരങ്ങളെടുക്കുമ്പോൾ ചൊല്ലുമ്പോൾ പറയുന്ന കേൾക്കാറുണ്ട്, ഉറക്കം വരുന്നു, മനസ്സ് പല വിചാരങ്ങളിൽ മുഴുകിപ്പോകുന്നു, ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും സാധിക്കാത്ത അവസ്ഥയിൽ മനസ്സ് പതറുകയാണ്. ഒത്തിരി പേര് കുമ്പസാരത്തിലും മറ്റ് വ്യക്തിപരമായ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്, ജപമാല പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ല. ഇവിടെ തിരിച്ചറിയേണ്ടത്, ഒരു ജപമാല ചൊല്ലുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ എന്താണ് നാം ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ഞാൻ ഓർക്കുകയാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തൃശ്ശൂരിൽ നിന്നും എൻ്റെ വീട്ടിലേക്ക് ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുകയാണ്. വശത്തുള്ള ഒരു സീറ്റിൽ ഞാൻ ശാന്തമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സിൽ നിന്നും റെക്കോർഡ് ചെയ്ത പാട്ട് കേൾക്കാൻ തുടങ്ങി. പല പാട്ടുകളും കേട്ടു. പക്ഷെ ഒന്നിലും എൻ്റെ മനസ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ ഞാനിങ്ങനെ പല ചിന്തകളിലും മുഴുകി ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഒരു പാട്ട് റെക്കോർഡിലൂടെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സും ശരീരവും പെട്ടെന്ന് അത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിൻ്റെ ഓരോ വരികളും ജീവൻ വെക്കുന്നത് പോലെ എനിക്ക് തോന്നി. ആ പാട്ട് എൻ്റെ ശരീരത്തിലും മനസ്സിലും വലിയ ആഹ്ലാദം, എന്തെന്നില്ലാത്തൊരു സന്തോഷം ഈ പാട്ട് കേട്ടപ്പോൾ പെട്ടെന്ന് അങ്ങ് നിറയാൻ തുടങ്ങി. വളരെ ആത്മനിർവൃതിയോടുകൂടി ആ പാട്ട് കേട്ട് ഞാൻ അവിടെ ഇരുന്നു. ആ പാട്ട് കഴിഞ്ഞ് ഉടനെ അടുത്ത പാട്ട് റെക്കോർഡിൽ പുറത്തു വന്നപ്പോൾ ഞാൻ എൻ്റെ സീറ്റിൽ നിന്നും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ്
ഡ്രൈവറുടെ അടുത്തേക്ക് ചെന്ന് പെട്ടെന്ന് ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ വെച്ചിരിക്കുന്ന ഈ കാസറ്റ് അതൊന്ന് തരാമോ, ഒന്ന് കാണാനായിട്ട്. അദ്ദേഹം ചോദിച്ചു, എന്താ കാര്യം? ഇപ്പോൾ കേട്ട ആ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, അത് ഏത് കാസറ്റാണ്, CD ആണ് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം അതിൻ്റെ കവർ എന്നെ കാണിച്ചു തന്നു. ഞാൻ ആ പാട്ടിൻ്റെ വരികളിലൂടെ ആരൊക്കെയാണ് പാടിയിരിക്കുന്നത്, ആരൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എന്ന ആ പുറം ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. എന്നെ ഇത്രയും അധികം സന്തോഷിപ്പിക്കാനുള്ള കാരണം ചിലപ്പോൾ നിങ്ങളും തോന്നിയിട്ടുണ്ടാകും, ഒരു പാട്ട് കേട്ട് എന്താ ഇങ്ങനെയെന്ന്. അതിൻ്റെ കാരണം ഇതാണ്. ഞാൻ നോവിഷേറ്റിൽ പഠിക്കുമ്പോൾ ഏതോ ഒരു ദൈവീക പ്രേരണയാൽ ഞാൻ തന്നെ കുറിച്ചു വെച്ച പാട്ടാണ്, വരികളാണ് ഞാൻ അവിടെ കേട്ടത്. അന്ന് ഈ പാട്ട് ട്യൂൺ ചെയ്യാനായി എൻ്റെ സഭയിലെ അത്യാവശ്യം നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു സഹോദരനെ ഞാൻ ഏൽപ്പിച്ചു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞു, അത് പ്രകാശം കണ്ടില്ല, പുറത്തു വന്നില്ല. ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആർക്ക് ഈ പാട്ട് ട്യൂൺ ചെയ്യാൻ കൊടുത്തോ അദ്ദേഹം തന്നെ ആ സഹോദരൻ്റെ പേരിൽ ഈ പാട്ട് ഇറക്കിയിരിക്കുകയാണ്. കെസ്റ്റർ ഈ പാട്ട് പാടിയിരിക്കുന്നു. ആ പാട്ടിൻ്റെ ഒരു കോപ്പി പിന്നീട് ഞാൻ വാങ്ങി വെക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഒന്ന് തിരിച്ചറിയുക, ഞാൻ എഴുതിയ പാട്ടിൻ്റെ വരികൾ കെസ്റ്ററിൻ്റെ വാക്കുകളിലൂടെ അറിയാതെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ എന്തുമാത്രം സന്തോഷം നിറഞ്ഞോ അതേ അനുഭവമാണ് വാസ്തവത്തിൽ ഓരോ ജപമാലയും ചൊല്ലുമ്പോൾ സംഭവിക്കുന്നത്. എൻ്റെ മുൻപിൽ പരിശുദ്ധ അമ്മ വന്ന് നിന്ന് 3 വ്യക്തികളുടെ വാക്കുകൾക്ക് മുൻപിൽ വർഷങ്ങൾക്ക് മുമ്പ് അമ്മ എങ്ങനെ നിന്നോ അതേ അവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ് ഓരോ ജപമാല പ്രാർത്ഥനയുമെന്ന് അന്ന് എൻ്റെ മനസ്സിൽ ദൈവം അടിവരയിട്ട് കുറിച്ചു വെച്ചു. ജപമാല പ്രാർത്ഥനയിൽ കൃത്യമായിട്ട് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുക ഗബ്രിയേൽ ദൂതന്റെ വാക്കുകളാണ്. നീ ദൈവകൃപ നിറഞ്ഞവളാണ്, നിന്നിൽ നിന്നും യേശു പരിശുദ്ധനായവൻ ജനിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്തുമാത്രം ഭയഭക്തി ബഹുമാനങ്ങളോടെ അമ്മ ആ ദൂതന്റെ മുൻപിൽ നിന്നോ അതേ വാക്കുകൾ തന്നെ ഞാനും ഉച്ചരിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ അമ്മ അതേ കൂപ്പുകരങ്ങളോടെ വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എൻ്റെ മുൻപിൽ ദൂതൻ വന്ന് നിന്ന് പറഞ്ഞ വാക്കുകളാണല്ലോ ഈ മകനും മകളും പറയുന്നത് എന്നുള്ള വലിയ സന്തോഷത്തോടെ എൻ്റെ മുമ്പിൽ വന്നു നിൽക്കും. വീണ്ടും പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ എന്ന് പറഞ്ഞ് ഞാൻ വിളിക്കുമ്പോൾ എലിസബത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ വലിയ ദൈവീക വാക്കുകളാണല്ലോ ഞാനും ആവർത്തിക്കുന്നത് എന്നുള്ള മനസ്സിൻ്റെ സന്തോഷത്തോടെ എലിസബത്തിനെ സന്ദർശിക്കാനായി പരിശുദ്ധ അമ്മ ചെന്ന് ആ ഭവനത്തിൽ സ്നേഹനിർവൃതിയിൽ നിന്ന അതേ അനുഭവത്തോടെ എൻ്റെ മുൻപിലും അമ്മ വന്ന് നിൽക്കും. വീണ്ടും പാപിയായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുമ്പോൾ ഒരു പാപി എങ്ങനെയാണ് ദൈവസന്നിധിയിലായിരിക്കുക, അമ്മയുടെ മുൻപിൽ യാചനയോടെ നിൽക്കുക, അതേ തലത്തിൽ അനുഗ്രഹിക്കുന്ന ഒരു അമ്മയായി എൻ്റെ മുൻപിലുണ്ടാകും. പ്രിയപ്പെട്ടവരെ, ദൂതൻ്റെയും ഗബ്രിയേൽ ദൂതൻ്റെയും എലിസബത്തിൻ്റെയും ഒരു പാപിയായ മകൻ്റെയും ഒക്കെ വാക്കുകൾക്ക് മുൻപിൽ സ്നേഹത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും മുഖവുമായി അമ്മ നിൽക്കുന്നത് നമുക്കൊക്കെ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. ആ ദർശനം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ജപമാല ഇന്ന് നമുക്ക് പ്രാർത്ഥനയുടെയോ അനുഭവത്തിൻ്റെയോ തലത്തിലേക്ക് ഉയർത്തിയെടുക്കാൻ കഴിയാത്തത്. ഇനിയും ജപമാല എന്ന് പറയുമ്പോൾ വചന അധിഷ്ഠിതമായ പ്രാർത്ഥനയാണ്. ജപമാലയിൽ ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. ഞാൻ വിശ്വസിക്കുന്നു പാരമ്പര്യമായിട്ട് എക്സോസിസം നടത്തുന്ന, പിശാച് ബാധ ഒഴിവാക്കുന്ന ഏതൊരു വൈദികനോടും സംസാരിച്ചപ്പോഴും അവരൊക്കെ വെളിപ്പെടുത്തുക പിശാചിനോട് കൽപ്പിക്കാനുള്ള ഏറ്റവും അധികാരമുള്ള വാക്കുകളാണ് വിശ്വാസ പ്രമാണം. സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് പിശാചിനെതിരെ ഏറ്റവും ശക്തമായ ആയുധമായി ഉപയോഗിക്കുന്ന വിശ്വാസ പ്രമാണം. അപ്പോൾ തിരിച്ചറിയുക, സഭയുടെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് ഓരോ ജപമാലയിലും ഞാനും നിങ്ങൾ നടത്തുന്നത്. അത് പറയുമ്പോൾ തന്നെ, ആ പ്രാർത്ഥന നടത്തുമ്പോൾ തന്നെ എൻ്റെ വിശ്വാസം ഏറ്റുപറയുന്നു. അതോടൊപ്പം കത്തോലിക്ക കൂട്ടായ്മയിലെ എൻ്റെ അംഗത്വം ഞാൻ വീണ്ടും ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ജപമാല പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന.
യോഹന്നാന്റെ ശിഷ്യന്മാര് തങ്ങളുടെ ഗുരുവിൽ നിന്നും പ്രാർത്ഥന പഠിച്ചു എന്ന് യേശുവിൻ്റെ ശിഷ്യന്മാര് യേശുവിനോട് പറയുമ്പോൾ ഈശോ അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ്. പിതാവിനെ അപ്പ എന്ന് വിളിച്ച്, എൻ്റെ പിതാവേ എന്ന് വിളിച്ച് അനുദിന ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന, വചനത്തിൻ്റെ ഏറ്റവും ശക്തമായ ആവിഷ്കാരം നമ്മുടെ ജപമാലയിൽ നമ്മൾ വീണ്ടും നടത്തുകയാണ്. ഇനിയും നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന മുഴുവൻ ഗബ്രിയേൽ ദൂതൻ്റെയും എലിസബത്തിൻ്റെയും ഒരു പാപിയായ എൻ്റെയും പ്രാർത്ഥന കൂട്ടിച്ചേർത്തുള്ള വചനം മുഴുവൻ അങ്ങനെ തന്നെ ധ്യാനിക്കുന്ന ഒരു ശ്രമമാണ്. ഇനിയും 4 രഹസ്യങ്ങൾ, സന്തോഷം, ദുഃഖം, മഹിമ, പ്രകാശ രഹസ്യങ്ങൾ എല്ലാം തന്നെ യേശുവിൻ്റെ ജനനം മുതൽ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വരെ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ എല്ലാ പ്രബോധനങ്ങളും ഏറ്റവും ശക്തമായി നിൽക്കുന്ന, അതോടൊപ്പം യേശുവിൻ്റെ രക്ഷാകര ജീവിതത്തിലെയും നമുക്ക് രക്ഷ നൽകിയിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളെയും വീണ്ടും ഓരോന്നും കോർത്തിണക്കി ഒരു പ്രാർത്ഥനയുടെ മണികളിലൂടെ നമ്മെ കടത്തിവിടുന്ന പ്രാർത്ഥനയാണ് ജപമാല. ഇനിയും ജപമാല അണിയുമ്പോൾ സംരക്ഷണം നൽകുന്ന ഒരവസ്ഥയും, അത് കരങ്ങളെടുക്കുമ്പോൾ എനിക്ക് ശക്തി നൽകുന്ന ഒരായുധമായും ജപമാലയെ കാണേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം തിരിച്ചറിയുക, നീ നിന്റെ ശരീരത്തിൽ ജപമാല അണിയുമ്പോൾ അത് ശക്തമായ ദൈവിക സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. നീ കരങ്ങളെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിന്നെ പാപത്തിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും വിടുതലും ശക്തിയും നൽകുന്ന, ചെറുത്തു നിൽക്കാൻ അധികാരം നൽകുന്ന ഒരു പ്രാർത്ഥനയുടെ ആയുധമായി ജപമാല മാറുകയും ചെയ്യും എന്ന് ഉറപ്പ് നൽകുകയാണ്. എവിടെയൊക്കെ പരിശുദ്ധ അമ്മ സ്വയം വെളിപ്പെടുത്തിയോ, ദർശനങ്ങളുടെയും അപ്പാരിഷൻസിലൂടെയും വെളിപ്പെടുത്തിയോ, അവിടെയൊക്കെ ജപമാലയിലൂടെ പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറയുന്നുണ്ട്. 1858 ഫെബ്രുവരി 11 ബർണദീത്ത എന്ന് പറയുന്ന ഒരു സാധാരണ ബാലികയ്ക്ക് 18ഓളം പ്രാവശ്യം ലൂർദിൽ ഒരു ചെറിയ ഗ്രോട്ടോയിൽ പരിശുദ്ധ അമ്മ സ്വയം വെളിപ്പെടുത്തുകയാണ്. അമ്മ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതാണ്: പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അത് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: പിശാച് മനുഷ്യരെ പാപത്തിലേക്ക് നയിക്കുമ്പോൾ ഞാൻ അമലോത്ഭവയാണ്, എൻ്റെ മേൽ പിശാചിന് യാതൊരു അധികാരവും ഉണ്ടായിരുന്നില്ല, എന്നെ നിയന്ത്രിക്കാനോ എന്നെ കീഴടക്കാനോ പിശാചിന് പറ്റിയില്ല. അതുകൊണ്ട് ഈ പിശാചിനെതിരെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്ന അമ്മയെ അവിടെ കാണാൻ പറ്റും. ഇനിയും 1917 മെയ് 13 മുതൽ 6 മാസം തുടർച്ചയായി എല്ലാ മാസവും 13 ഫാത്തിമയിലെ 3 കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, പ്രത്യേകം റഷ്യയുടെ മാനസാന്തരത്തിന് വേണ്ടി, വരാൻ പോകുന്ന ലോകമഹായുദ്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം തിരിച്ചറിയുക: പാപങ്ങളുടെ പട്ടികയിൽ നിന്നും ദൈവജനത്തെ മാറ്റി നിർത്താനുള്ള ഏറ്റവും ശക്തമായ ആയുധമായി പരിശുദ്ധ അമ്മ മാറുകയാണ്. പിശാചിന് തൻ്റെ മേൽ ഒരു അധികാരമില്ലെന്ന് അമ്മ ജീവിതത്തിലുടനീളം തെളിയിച്ചു. അമലോത്ഭവയാണ് എന്ന് സ്വയം ലൂർദിൽ വെളിപ്പെടുത്തുമ്പോൾ നമ്മോട് പറയുകയാ, ഈ പാപമില്ലാത്ത അവസ്ഥയിലേക്ക് നീയും ഞാനും ഉണരണമെങ്കിൽ, വളരണമെങ്കിൽ ജപമാല നിന്റെ കരങ്ങളിൽ വേണം. ഈ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് അനേക സ്ഥലങ്ങളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ദൈവിക സന്ദേശങ്ങൾ നൽകുന്നത്. പല സ്ഥലങ്ങളിലും രക്തക്കണ്ണീരൊഴുക്കുന്ന, പാല്, തേൻ, എണ്ണ എന്നീ വിധങ്ങളിലൊക്കെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് അമ്മ സ്വയം വെളിപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത്ഭുതങ്ങളുടെ പുറകെ പോകുന്ന മനുഷ്യരിൽ വ്യത്യസ്തമായി എന്നെ ചിന്തിപ്പിക്കുന്നത്, എവിടെയൊക്കെ ഈ വെളിപ്പെടുത്തൽ നൽകുന്നുണ്ടോ അവിടെയൊക്കെ ജപമാല ഉണരാൻ തുടങ്ങിയിട്ടുണ്ട്. ചില ഭവനങ്ങൾ ഇതുപോലെ രക്തക്കണ്ണീർ ഒഴുക്കിയ, അല്ലെങ്കിൽ തേനും പാലും ഒക്കെ ഒഴുകുന്ന ഭവനങ്ങളിൽ ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു ചെന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇതാണ്: അനേകം മക്കൾ, 100-150ഓളം പേര് പോലും ആ ഭവനങ്ങളിലിരുന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥനയിൽ വളരുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ അനുഭവം അവിടെ എനിക്ക് ദർശിക്കാൻ സാധിച്ചു. രൂപത്തിൽ നിന്ന് എന്തിനു വന്നു എന്നതിനേക്കാൾ ഉപരി ഈ ഒരു അടയാളം നമ്മെ പ്രാർത്ഥനയിലേക്കും ജപമാലയിലേക്കും നയിക്കുന്നു എന്നുള്ള തിരിച്ചറിവാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുന്നത്. പരിശുദ്ധമ്മ എവിടെയൊക്കെ വെളിപ്പെടുത്തുന്നുണ്ടോ, സ്വയം തന്നെ മറ്റു പലർക്കും
വെളിപ്പെടുത്തി കൊടുക്കുന്നോ അവിടെയൊക്കെ ആവശ്യപ്പെടുന്നത് ജപമാല ചൊല്ലി പാപികളെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. എൻ്റെ ജീവിതത്തിൽ തന്നെ മനുഷ്യന് അസാധ്യമായൊരു അത്ഭുതം പരിശുദ്ധ അമ്മ ജപമാലയിലൂടെ പ്രവർത്തിച്ചത് ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഞങ്ങളുടെ തൃശ്ശൂരുള്ള കാൽവരി ആശ്രമത്തിൽ ഒരു അംഗമായി, ഒരു വൈദികനായി ജോലി ചെയ്യുന്ന സമയം ഒരു ദിവസം ഒരു പ്രേക്ഷിത സഹോദരി തൻ്റെ 18-19 വയസ്സുള്ള ഒരു മകളുമായി എന്നെ കാണാൻ വന്നു. എന്നെ കണ്ടപ്പോൾ തന്നെ ഈ പ്രേക്ഷിത പെട്ടെന്ന് ഇരുന്നിരുന്ന കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് എൻ്റെ 2 കൈകളും കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് വാവിട്ട് നിലവിളിക്കുന്ന പോലെ കരയാൻ തുടങ്ങി. ഞാൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എന്താണ് കാരണം? കരച്ചു നിർത്ത്, കാര്യമെന്താണെന്ന് പറ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും ഈ മകൾ തേങ്ങലടക്കിക്കൊണ്ട് ഇങ്ങനെയാണ് പറഞ്ഞത്: അച്ഛാ, ഇനി ഞങ്ങൾ എന്തിനാ ജീവിക്കുന്നത്? ഞങ്ങളുടെ ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു അച്ഛാ. ഇങ്ങനെ ജീവിക്കുന്നതിൽ സന്തോഷമില്ലല്ലോ. എന്താ ദൈവം ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നത്? ഞാൻ കാര്യം ചോദിച്ചു. അച്ഛാ, എൻ്റെ മകൾക്ക് വയസ്സ് 19 പക്ഷെ ഇതുവരെ ആർത്തവം നടന്നിട്ടില്ല. പല ഡോക്ടർമാരെയും പ്രത്യേകിച്ച് ഗൈനക്കോളജിസ്റ്റുകളെ പോലും പോയി കണ്ടു. കുറേ നാളുകളായി മരുന്ന് കഴിക്കുന്നു. ഇതുവരെ പീരീഡ്സ് തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ ദിവസം വിദഗ്ധമായ ഒരു പരിശോധനയ്ക്കായി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ അദ്ദേഹം ഒരു സ്കാനിങ്ങിന് നിർദ്ദേശിച്ചു. റിസൾട്ട് കൈകളിലെടുത്തുകൊണ്ട് അദ്ദേഹം എന്നെയും ഭർത്താവിനെയും മുറിയിലേക്ക് വിളിപ്പിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: ഈ മകളെ ദയവായി വിവാഹം കഴിച്ചയപ്പിക്കരുത്. കാരണം ചോദിച്ചപ്പോൾ പറയുകയാണ്, മകൾക്ക് ഒരിക്കലും അമ്മയാകാൻ കഴിയില്ല. വേവലാതിയോടുകൂടെ ചോദിച്ചു, എന്താണ് കാരണം? ഉടനെ പറയുകയാണ്, ഈ മകളുടെ ശരീരത്തിൽ ഫിലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു അവയവമില്ല. അണ്ഡാശയവും ഗർഭാശയവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ ട്യൂബ് ഇല്ലാത്തത് കൊണ്ട് അണ്ഡം ഗർഭാശയത്തിലേക്ക് എത്തുന്നില്ല. ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും അത് അവിടേക്ക് എത്തിപ്പെടാത്തത് കൊണ്ട് ഗർഭധാരണം നടക്കുകയില്ല. മക്കൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന പുരുഷന്മാർക്ക് മാത്രം വിവാഹം കഴിച്ചു കൊടുക്കാവൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ മടക്കി വിട്ടു. സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു വച്ച ഈ ഡോക്ടറോട് ഈ സഹോദരിയും അവളുടെ ഭർത്താവും കൂടി ചോദിച്ചൊരു ചോദ്യമുണ്ട്: ഏതെങ്കിലും ആശുപത്രിയിലോ മെഡിക്കൽ കോളേജിലോ ഒരു ഓപ്പറേഷൻ നടത്തിയെങ്കിലും ഇത് മാറ്റിയെടുക്കാൻ പറ്റുമോ? ഡോക്ടർ പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ അതിനുള്ള സൗകര്യങ്ങളില്ല, അമേരിക്കയിലെങ്ങാനും ഉണ്ടോ എന്നെനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് നിരാശയോടെ മടക്കി അയച്ചു. ഞാൻ ആ 19 വയസ്സുള്ള കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി നിൽക്കുന്ന ആ ചെറുപ്പക്കാരിയെ അടുത്തേക്ക് വിളിച്ച് ഞാൻ അവരോട് ചോദിച്ചത് ഇങ്ങനെയാണ്: മോളെ, നിനക്ക് 2 കണ്ണുണ്ടല്ലോ, ഈ കണ്ണ് തന്നത് ആരാ? അവൾ പറഞ്ഞു, ഈശോ. നിനക്ക് 2 ചെവികളുണ്ടല്ലോ, കേൾവി ശക്തി ഉണ്ടല്ലോ, ഇത് തന്നത് ആരാ? ഈശോ. ശരീരത്തിലെ ഓരോ അവയവങ്ങള് ചോദിച്ചുകൊണ്ട് ഇതാര് തന്നു എന്ന് ചോദിച്ചപ്പോഴും എല്ലാത്തിനും ഈശോ എന്ന് ഉത്തരം പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചൊരു ചോദ്യം കൂടി ചോദിച്ചു: ഒരു ചെറിയ ട്യൂബിൻ്റെ കുറവല്ലേ ഉള്ളൂ, അതും ഈശോയ്ക്ക് തിരിച്ചു തന്നൂടെ? ഉടനെ നിരാശയോടെ ആ മകൾ പറഞ്ഞത് എങ്ങനെയാണ്: അച്ഛാ, അമേരിക്കയെ പോലും നടക്കുമെന്ന് സംശയമാണ്. എന്തോ മനസ്സിൽ തോന്നിയ ദൈവിക സന്ദേശം ആ മകളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു: നീ ഇന്നു മുതൽ ഒരു പ്രത്യേക പ്രാർത്ഥന തുടങ്ങുക. ഒരു സ്ത്രീ അമ്മയാകാൻ എടുക്കുന്ന 9 മാസം 10 ദിവസം നീ ജപമാല തുടങ്ങുക. 9 മാസം 10 ദിവസം ജപമാല ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കുക: പരിശുദ്ധ അമ്മേ, എന്നെ ഒരു പൂർണ്ണ സ്ത്രീയാക്കി മാറ്റണമേ എന്ന്. എൻ്റെ ശരീരത്തിൽ ഇല്ലാതിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും അമ്മയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പറയുക: അമ്മേ, എന്നെ ഒരു പൂർണ്ണ സ്ത്രീയാക്കി മാറ്റുക എന്ന്. പ്രാർത്ഥന കഴിഞ്ഞ് ഈ മകളെ പറഞ്ഞു വിട്ടു. ഒരു 11 മാസം കഴിഞ്ഞപ്പോൾ ഈ അമ്മയും ആ മകളും കൂടി വീണ്ടും എന്നെ കാണാൻ വന്നു. എന്നെ കണ്ട നിമിഷം വീണ്ടും 2 കരങ്ങളും കൂട്ടിച്ചേർത്ത് പിടിച്ച് സന്തോഷത്തോടെ നിറകണ്ണുകളോടെ ഇങ്ങനെ കരയാൻ തുടങ്ങി: അച്ഛാ, സംഭവിച്ചു അച്ഛാ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്താ സംഭവിച്ച കാര്യം എന്താന്ന് പറ. ഉടനെ ആ അമ്മച്ചി പറയുകയാണ്, കൈകളിൽ അടുത്ത സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ടുമായിട്ട് പറഞ്ഞതിങ്ങനെയാണ്: 3 ദിവസങ്ങൾക്ക് മുമ്പ് ഈ മകൾക്ക് ബ്ലീഡിംഗ് ഉണ്ടായി. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. പ്രാഥമിക പരിശോധന കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് സാക്ഷ്യപ്പെടുത്തി, ഇത് നോർമൽ ആർത്തവമാണ്, ബ്ലീഡിംഗ് ആണ്, അതുകൊണ്ട് പേടിക്കേണ്ട. ഉടനെ അപ്പനും അമ്മയും ഇങ്ങനെയാണ് പറഞ്ഞത്:
ഇവൾക്ക് ഒരിക്കലും ഇതുവരെ സംഭവിച്ചിട്ടില്ല. കാരണം ഫിലോപ്പിയൻ ട്യൂബില്ല, അതുകൊണ്ട് ബ്ലീഡിങ് നടക്കില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഇത് വേറെ പല കാരണമായിരിക്കും. ഇന്റേണൽ ഇഞ്ചുറി ആയിരിക്കും, ആന്തരിക സ്രാവമായിരിക്കാം. ദയവായിട്ട് ഒന്നും കൂടി ശ്രദ്ധിക്കുക, നോക്കുക എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു സ്കാനിങ്ങിന് പെട്ടെന്ന് നിർദ്ദേശിച്ചു. സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ച ആദ്യത്തെ ചോദ്യം ഇതാണ്: നിങ്ങൾ അമേരിക്കയിലെങ്ങാനും പോയിരുന്നോ സർജറി നടത്താൻ? അവർ അത്ഭുതപ്പെട്ടു. അവർ പറഞ്ഞില്ല, ഞങ്ങൾ പോയിട്ടില്ല. പിന്നെ എങ്ങനെ നിന്റെ ശരീരത്തിൽ ഉണ്ടാകാതിരുന്ന ഈ അവയവം, ഈ ട്യൂബ് ഇന്നിപ്പോൾ ശരീരത്തിലുണ്ട്? ആ മകൾ അന്നവിടെ സാക്ഷ്യപ്പെടുത്തി, എൻ്റെ ശരീരത്തിൽ ഇല്ലാതിരുന്ന ഫിലോപ്പിയൻ ട്യൂബ് എനിക്ക് പരിശുദ്ധ അമ്മ തിരിച്ചു തന്നു. 9 മാസം 10 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങൾക്കും, നിന്റെ ജീവിതത്തിലെ തകർച്ചകൾക്കും, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഏത് തകർച്ചകൾ, നിരാശകൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലൂടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചോ, ഉറപ്പാണ് അമ്മ ചോദിച്ചാൽ പുത്രൻ നിരസിക്കില്ല. അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ ഒരിക്കലും ഉത്തരം നൽകാത്ത ദൈവമല്ല. കാരണം ഒരു പുത്രന്റെ അവകാശം അമ്മ എപ്പോഴും ആവശ്യപ്പെടും. യേശുവിൻ്റെ മുൻപിൽ അമ്മ അധികാരത്തോടെ പറയും, എൻ്റെ മക്കൾക്ക് വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീ ചെയ്തു കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് ആവശ്യപ്പെടുമ്പോൾ ഈശോയ്ക്ക് നിരസിക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും തിരിച്ചറിയുക, നീ ജപമാല കൈകളിൽ എടുക്കുമ്പോൾ നിന്റെ മനസ്സിലേക്ക് വരേണ്ടത് നീ സഭയോടൊത്ത് പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ കൂട്ടായ്മയിൽ നീ പങ്കുചേരുകയാണ്. പിശാചിനെതിരെ വലിയൊരു ആയുധമാണ് നിന്റെ കരങ്ങളിൽ ഇരിക്കുന്നത്. പിശാചിനെതിരെ സംരക്ഷണം നൽകുന്ന നിന്റെ കഴുത്തിൽ ധരിക്കുന്നത് നീ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക ഇടപെടലും സംരക്ഷണവുമാണെന്ന് തിരിച്ചറിയുക. അമ്മ നിന്റെ കൂടെയുണ്ടാകും. ഇനിയും നീ പാപത്തിൻ്റെ അശുദ്ധിയില്ല. പ്രത്യേകിച്ച് പല ചെറുപ്പക്കാരും പറയാറുണ്ട്, സ്വയം ഭോഗം, രതിവൈകൃതങ്ങൾ, ലൈംഗികമായ പാപങ്ങളിൽ ഏർപ്പെട്ട നിമിഷം മുതൽ ജപമാല കൈകളെടുക്കാൻ പറ്റുന്നില്ലെന്ന്. അത് തന്നെയാണ് കാര്യം. ഞാൻ അമലോത്ഭവയാണ് എന്ന് പറഞ്ഞവളെ നീ അശുദ്ധിയിൽ കരങ്ങളിലെടുക്കാൻ പറ്റില്ല. നീ പാപത്തിൻ്റെ വഴികൾ തിരുത്താതെ, അശുദ്ധിയിൽ നിന്ന് മാറാതെ നിനക്ക് എളുപ്പമല്ല. അതുകൊണ്ട് അമ്മ പറയുകയാണ്, പാപമില്ലാത്ത ഒരവസ്ഥയിലേക്ക് നിനക്ക് മാറണമോ, ജപമാല കരങ്ങളിലെടുക്കൂ. നിന്റെ പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വലിയ ശക്തിയും ധൈര്യവുമായി അമ്മ കൂടെ വരും. ഇനിയെങ്കിലും ജപമാല കരങ്ങളിലെടുക്കുമ്പോൾ തിരിച്ചറിയുക, മനസ്സിലാക്കുക, അമ്മ നിന്റെ കൂടെയുണ്ട്. നിന്റെ മുൻപിൽ ഗബ്രിയേൽ ദൂതന്റെ മുൻപിൽ, എലിസബത്തിന്റെ മുമ്പിൽ എങ്ങനെ നിന്നോ അതേ അവസ്ഥയിൽ കരങ്ങൾ കൂപ്പി ഭക്തിയോടെ അവർ പറഞ്ഞ വാക്കുകൾ നീ ആവർത്തിക്കുമ്പോൾ അത് കേൾക്കാൻ കാതോർത്ത് നിൽക്കുന്ന അമ്മയെ മറക്കരുത്. ആ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം നമ്മുടെ പാപങ്ങൾ ഇല്ലാതാകുവാനും പ്രലോഭനങ്ങൾ ചെറുക്കുവാനും വലിയ ശക്തി നൽകും എന്നുള്ള വലിയ വിശ്വാസം നിങ്ങളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഭക്തിയിലും കത്തോലിക്ക വിശ്വാസത്തിലും നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും വളരട്ടെ, വളരണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, കാൽവരി മലയിൽ നിന്റെ പരിശുദ്ധ അമ്മയെ നീ ഏറ്റവും